LDF-ൽ വേണ്ടത്ര ചർച്ചകൾ നടക്കുന്നില്ലെന്ന് CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. മുന്നണിയിൽ ഫലപ്രദമായ ചർച്ചയോ കൂടിയാലോചനകളോ നടക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പാർട്ടിയുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയെന്നും റിപ്പോർട്ടിൽ. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് മനീഷ്, വിശദാംശങ്ങൾ. SKN CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായും രണ്ട് റിപ്പോർട്ടാണ് ഉള്ളത്. അതിൽ രാഷ്ട്രീയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു. അതിന്മേലുള്ള ചർച്ച നടന്നു. അതിന് മറുപടി നൽകിയത് ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള K. രാജനും ഒപ്പം തന്നെ സത്യൻ മൊകേരിയുമായിരുന്നു. വലിയ വിമർശനങ്ങൾ ഉയർന്നതിലൊക്കെ തന്നെ മറുപടി നൽകിയിരുന്നു. വലിയ വിമർശനം ഉയർന്നത് ഒന്ന്, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുള്ള തണുപ്പൻ സമീപനമാണ്. നേരത്തെ CK ചന്ദ്രപ്പനൊക്കെ ഉള്ള സമയത്ത് AKG സെൻറ്ററിലേക്ക് മുണ്ടും മടക്കി കുത്തി ചെല്ലാനുള്ള കേൾപ്പുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള സമീപനം നിലവിൽ CPIക്കില്ല. CPIക്ക് മുന്നണിയിൽ ആവശ്യത്തിനുള്ള വില ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ സംഘടനാ സംവിധാനത്തിലെ പോരായ്മകളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തലസ്ഥാന ജില്ലയിലെ അടക്കം ലോക്സഭാ മണ്ഡലത്തിൽ, തിരുവനന്തപുരം മണ്ഡലത്തിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ അല്ലാതെ മറ്റെല്ലാ നിയമസഭാ മണ്ഡലത്തിലും പിന്നോട്ട് പോയത് സംഘടനാപരമായിട്ടുള്ള പോരായ്മകളാണെന്ന് വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ കൃഷി മന്ത്രിമാർക്കെതിരെയും തന്നെ വലിയ വിമർശനം ഉയർന്നു. വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം, ഒപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ച ഉയർന്നു. ഇതിനൊക്കെ തന്നെ മറുപടി ഇന്നലെ നൽകിയിരുന്നു. പക്ഷേ ഇന്നൊരു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച്, അതായത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച് ഇന്നലെയാണ്. അതിൻ്റെ ചർച്ച ഇന്ന് പുരോഗമിക്കും. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 10 മണിക്ക് സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്യും. മാങ്കോട് രാധാകൃഷ്ണൻ മാറി വിളപ്പിൽ രാധാകൃഷ്ണനെ ജില്ലാ സെക്രട്ടറി ആക്കും എന്നുള്ള ആലോചന ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 410 പ്രതിനിധികളാണ്. ഈ 410 പ്രതിനിധികളിൽ നിന്നും സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളെ തീരുമാനിക്കും. ഒപ്പം തന്നെ പുതിയ ജില്ലാ സെക്രട്ടറിക്ക് മാറ്റമുണ്ടെങ്കിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കും. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. മുന്നണിയിൽ നിന്ന് തന്നെ CPI നിൽക്കണം, അതായത് CPIM-ന് ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് ആ രീതിയിലുള്ള ഇടതുപക്ഷ രീതി മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ നിലവിൽ ഇടതു മുന്നണിയിൽ തുടരണമോ എന്ന് CPI ആലോചിക്കണമെന്നുള്ള ചർച്ചയടക്കം ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിലും പരാതിയിലും തന്നെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് രാവിലെ അഭിവാദ്യം ചെയ്യുമ്പോൾ അതിനുള്ള മറുപടി നൽകും. സംഘടനാപരമായിട്ടുള്ള പോരായ്മകളും മുന്നണിയിൽ CPIയും CPIM-ഉം അല്ലാതെ മറ്റ് പാർട്ടികൾ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഒപ്പം തന്നെ വനം വകുപ്പ് മന്ത്രിക്കെതിരായ രൂക്ഷമായ വിമർശനം ഉയർന്നു. പക്ഷേ ഇതിനൊക്കെ തന്നെ മറുപടി നൽകിയത് MR അജിത് കുമാറിനെ നിലവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതടക്കം, ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് CPIM തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് 2 സീറ്റ് CPIക്ക് നൽകിയതടക്കം CPIയുടെ ഗുണമാണ്, CPIയുടെ മുന്നണിയിൽ CPIക്ക് നൽകുന്ന പരിഗണനയുടെ ഭാഗമാണെന്ന് ദേശീയ കൗൺസിൽ അംഗം K. രാജൻ പറഞ്ഞു. ഇന്നലെ ഇതിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ആയിരുന്നു. ഇന്ന് രാവിലെ എന്താണെങ്കിലും സംസ്ഥാന സെക്രട്ടറി അഭിവാദ്യം ചെയ്ത് ഇന്നത്തെ സമാപനം ഇന്നത്തോടുകൂടി അവസാനിക്കും. SKN മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.